ആകുന്നു. ശീലങ്ങളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഈ മനോഹരമായ പ്രഭാതത്തിൽ ചിന്തകളെയും പ്രവൃത്തികളെയും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു അതുല്യമായ ആശയത്തെക്കുറിച്ച് കേൾക്കാനാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു പരിശീലകൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ തീപ്പൊരി തെളിയിച്ച ഒരു പ്രചോദകൻ കൂടിയാണ്. സ്കില്ലേജിന്റെ സ്ഥാപകനും സിഇഒയുമായ പ്രിയപ്പെട്ട ബിഷർ കേസി കഴിഞ്ഞ 12 വർഷങ്ങളായി പരിശീലന രംഗത്തും വ്യക്തിത്വ വികസന മേഖലയിലും സജീവ സാന്നിധ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് തൻ്റെ ആശയങ്ങൾ എത്തിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ ആളുകളെ പ്രാപ്തമാക്കുന്ന ലൈഫ് കോച്ചായും അദ്ദേഹം അറിയപ്പെടുന്നു. ആയിരക്കണക്കിന് പരിശീലന പരിപാടികളിലൂടെ അദ്ദേഹം പങ്കുവച്ച ഒരു സന്ദേശമുണ്ട്: നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സാധ്യതകളെ തുറക്കും, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ വിധിയെ നിർണയിക്കുന്നത്. ന്യൂറോ ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന ഇന്നത്തെ വിഷയത്തിലൂടെ ചിന്തകളെ ഫലപ്രദമായ പ്രവൃത്തികളാക്കി മാറ്റുന്ന വഴികളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ പ്രിയ അതിഥിയായ ശ്രീ ബിഷർ കേസി സാറിനെ സിജിയുടെ ഡിവിഷന്റെ ഇന്നത്തെ 256 ദിവസത്തിലേക്ക്, ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രഭാതത്തെ കൂടുതൽ മനോഹരമാക്കാൻ സാന്നിധ്യം അറിയിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പങ്കാളികളെയും പാർട്ടിസിപ്പൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദി പാസ്റ്റ് 250 days and beyond, Siji has been creating spaces for learning, reflection, and growth. Today's session on Neuro Action Framework continues that journey by helping us understand how our thoughts can be transformed into meaningful actions and lasting success. അറിവ് ശക്തിയാണ് എന്ന് പറയാറുണ്ട്, പക്ഷേ പ്രവൃത്തിയിലിറങ്ങിയ അറിവാണ് യഥാർത്ഥ ശക്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓവർ ടു യു സർ. Thank you. Good morning, all. Good morning. Good morning, sir. ഗുഡ് മോർണിംഗ് സർ. Yes, morning, thank sir. you. Please turn on your videos. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ടേൺ ഓൺ ചെയ്യണം. കാരണം എനിക്ക് ലാപ്ടോപ്പിനോട് സംസാരിച്ച് ശീലമില്ല. ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തേക്ക് വരാൻ കഴിയുക. പ്ലീസ് ടേൺ ഓൺ. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ടേൺ ഓൺ ചെയ്താൽ സന്തോഷമാണ്. യെസ്, ആരും കാണുന്നില്ലല്ലോ. ഓൺ ആയിട്ടുണ്ടോ? അല്ലെ ഞാൻ കാണാത്തുണ്ടോ? യെസ്, ഗുഡ്. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, ജസ്റ്റ് നമ്മുടെ ചിന്തകളോടൊന്ന് കൊണ്ടുപോകാൻ ഒരു ചെറിയ ശ്രമം നടത്തുകയാണ് ഞാൻ. ആക്ച്വലി എന്നെ സലീം സാറ് വിളിച്ചപ്പം എന്നോട്, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിനെ അവലംബിച്ചുകൊണ്ട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ ന്യൂറോ ആക്ഷൻ എന്നുള്ള ഒരു തോട്ടിലേക്ക് നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ആഗ്രഹിച്ചത്. ഈ പുസ്തകം ഇന്ന് അൽഹംദുലില്ലാ അത്യാവശ്യം ആളുകൾ വായിക്കപ്പെടുമ്പോൾ ഞാനിതിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സിജി കയ്യൊപ്പുണ്ട് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിന്റെ ഈ മനോഹരമായ ഫ്രെയിം, ഈ പുറംചട്ട, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഷാനൂക്കിയാണ്. ഈ ഒരു സമയത്ത് ഷാനൂക്കയെ ഓർക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗിക്കുകയാണ്, നന്ദി പറയാൻ കൂടി. ഷാനൂക്ക് ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേതായാലും സിജിയുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? Audible ആണ് സർ. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐൻസ്റ്റീൻ മരിച്ചതിന് ശേഷം ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ മാറ്റിവെച്ച് പല കുട്ടികൾക്കും യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി, പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. ആ ഒരു പഠനത്തിന് ശേഷം ഒരു വലിയൊരു ഫൈൻഡിങ്സ് കണ്ടെത്തുകയുണ്ടായി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഐൻസ്റ്റീൻ്റെ ബ്രെയിനിൽ നിന്നും മനസ്സിലാക്കിയ, റിസർച്ചിലൂടെ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഫാക്ട് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? മനുഷ്യബുദ്ധി വളരെ കുറച്ച് മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആയില്ല. ഐൻസ്റ്റീൻ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ഐൻസ്റ്റീൻ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ഐൻസ്റ്റീൻ പോലും കുറഞ്ഞത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്
അല്ലേ? Yes. അതല്ലേ Yes. പറഞ്ഞത്? അതെ. ഓക്കെ, ഗുഡ്. അത് ആ ഒരു ബ്രെയിനിൽ നിന്നും നടത്തിയ ഒരു പഠനത്തിലല്ല, അല്ലാതെ പെരിഫറൽ ആയിട്ട് പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. എനിവേ അത് ഒരു ഫാക്റ്റ് ആയിരിക്കാം. ഓക്കെ, അതിലപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഗസ് ചെയ്യാം. ബ്രെയിന് വലിപ്പക്കുറവായിരുന്നു മറ്റു ബ്രെയിനുകളെ ഐൻസ്റ്റീന്റെ ബ്രെയിന് വലിപ്പക്കുറവായിരുന്നു. ദെൻ നെക്സ്റ്റ് വേറെന്തെങ്കിലും? എനിത്തിങ്? ഓക്കെ, ഗുഡ്. ഇനി ഏതായാലും 2 ആൻസറുകൾ പറഞ്ഞു. ആ 2 ആൻസറിനെ ഞാൻ അഭിനന്ദിക്കാൻ, ഈ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ലോകത്തെ എല്ലാ ആളുകളുടെയും, നോർമലായി ചിന്തിക്കുന്ന എല്ലാ ആളുകളുടെയും ബ്രെയിനിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ബ്രെയിനുള്ള ന്യൂറോ കണക്ഷൻസ്, അല്ലെങ്കിൽ ബ്രെയിനുള്ള ന്യൂറോൺസ് സെയിം ആണ് എന്നാണ് ഐൻസ്റ്റീനിന്റെ ബ്രെയിനിൽ നിന്നും നടത്തിയ പഠനത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്. ഉദാഹരണത്തിന്, ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന എല്ലാ ഐഫോൺ 17 Pro Max എന്ന് വിചാരിക്കുക. അതൊരു സ്പെസിഫിക് ആണല്ലോ. ആ സ്പെസിഫിക് ആയിട്ടുള്ള ഐഫോണ് ഒരു ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു, 1,00,000 എന്ന് വിചാരിക്കുക. അപ്പൊ ആ 1,00,000 ഐഫോണ് ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അത് സെയിം ആയിരിക്കും അതിന്റെ ബിൽഡ് ക്വാളിറ്റി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവറിത്തിങ്. പക്ഷെ അത് 1,00,000 ആളുകളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഈ 1,00,000 ആളുകളും ആ ഐഫോണിനെ ഉപയോഗിക്കുന്നത് എൻ്റർലി ഡിഫറെന്റ് മോഡലായിരിക്കാം, വ്യത്യസ്തമായിട്ടായിരിക്കാം. ഒരാൾ അതിന്റെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിക്കുമ്പോൾ ഒരാൾ അതിനെ തീരെ ഉപയോഗിക്കുന്നുണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന്, ഗൾഫിലെത്തിയ മരുമോന് തൻ്റെ വല്യുപ്പാക്ക് ഒരു സമ്മാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ്. വാങ്ങിച്ചു കൊടുത്തത് ഐഫോൺ 17 Pro Max ആണെന്ന് കരുതുക. ആ ഐഫോൺ 17 Pro Maxൽ ചിലപ്പോൾ ആ വല്യുപ്പ അവർക്ക് ആവശ്യമായ കുറച്ച് വാട്സപ്പിൽ വരുന്ന വീഡിയോസ്, യൂട്യൂബിൽ വരുന്ന വീഡിയോസ് മാത്രം ജസ്റ്റ് കഴിഞ്ഞു. വേറെ ഒരു ഫംഗ്ഷനും ചിലപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അത് കണ്ടിട്ട് ഒരാൾ പറയാണ് ഐഫോൺ 17 ഇത്ര മാത്രമാണോ ഉപയുക്തതയുള്ളൂ, യൂട്ടിലിറ്റി ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അദ്ദേഹം അത്ര ഉപയോഗിക്കുന്നു എന്ന് മാത്രം. സിമിലർലി എൻ്റെയും റൌഫിൻ്റെയും ജലീൽക്കയുടെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മളെല്ലാവരുടെയും ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ്. അതിലുപരി നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമിലർ ആണ്, ഒരേപോലെയാണ്, ഒരേ പാറ്റേൺ ആണ് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇത്രത്തോളം തൻ്റെ ബ്രെയിനിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന കാര്യം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് കളക്ഷൻ ഓഫ് ന്യൂറോൺസ് എന്ന് നമ്മൾ പറയും. കളക്ഷൻ ഓഫ് ന്യൂറോൺസ്, വേറെ ഒന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഒക്കെ ബ്രെയിനിലുള്ളത് ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസിന്റെ ലെവൽ, അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ എണ്ണവും സെയിം ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്തേ ഐൻസ്റ്റീൻ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? പിന്നെ എന്തുകൊണ്ട് തോമസ് ആൽവ എഡിസന് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ചിന്തിച്ച് ലോകത്തില്ലാത്ത പലതും ഇൻവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു? എന്തായിരിക്കും കാരണം? ആർക്കാ പറയാൻ പറ്റുക? ചില ആളുകൾക്ക് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ചില ആളുകൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു വലിയ ഇത്ര വണ്ണമുള്ള ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ട്, 1 കിലോമീറ്റർ നീളത്തിൽ വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുകളിലൂടെ നടക്കുകയാണ്. ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ. താഴെ താഴേക്ക് വീണു, പക്ഷെ താഴെ വീഴാതെ നടക്കുന്നുണ്ട്. അതേ ആള് ഒരു 60-70 നിലയുള്ള 2 ബിൽഡിങ്, ആ 2 ബിൽഡിങ് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്താണുള്ളത്. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ കമ്പി വലിച്ചു കെട്ടി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി. എന്നിട്ട് അദ്ദേഹം ആ ഒരു കമ്പിയിലൂടെ നടക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, ദിസ് ഈസ് എ പവർ ഓഫ് ബ്രെയിൻ. ഹൗ? എങ്ങനെയാ അത് പോസിബിൾ ആവുന്നത്? ആർക്കാ പറയാൻ പറ്റുക? ഇന്ററാക്റ്റീവ് ആവണേ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കോൺഫിഡന്റ് ലെവലായിരിക്കും. മെന്റൽ പവർ. ഈ ബ്രെയിനിനെ ഒരുപാട് ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ ആയിരിക്കും എന്നാണ്. ഓക്കെ, ഹൈദർ അലിക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യോ? സൈക്കിള്, കാറ്, ബൈക്ക്, ലോറി, ഏതൊക്കെ? ലോറിയിലേക്ക് എത്തൂല, കാറ് വരെ പോകും.
കാർ വരെ പോകും. ഓക്കെ, ഗുഡ്. ലോറി ഇതുവരെ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഓടിച്ചു നോക്കിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അറിയില്ല, ഞാൻ ഹെവി ലൈസൻസ് എടുക്കാത്തത് കൊണ്ട് അത് ഓടിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, ഗുഡ്. എനിവേ, സൈക്കിൾ പഠിച്ചത് എപ്പോഴാ? സൈക്കിള് സ്കൂൾ പഠനകാലത്ത്. സ്കൂൾ പഠന കാലത്താണ് പഠിച്ചത്. ഓക്കെ, ഗുഡ്. അന്ന് സൈക്കിള് നിങ്ങൾ വേറൊരാള് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായി. യെസ് ഓർ നോ? ആയിരിക്കാം. ഗുഡ്. അപ്പൊ നിങ്ങളെ കൂട്ടുകാരൻ സൈക്കിൾ ഓടിക്കുന്നത് കണ്ട് പഠിക്കാത്ത നിങ്ങൾ അതുപോലെ ആ സൈക്കിളിന്റെ മുകളിൽ കയറിയിരുന്ന് അവൻ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്ന് വിചാരിക്കാം. കാരണം അവൻ കാണുന്നുണ്ട്, പിന്നെ എനിക്ക് പറ്റൂലേ, അവനേക്കാൾ വലിപ്പമുണ്ടല്ലോ ഞാന്, അതിന് എന്നെക്കാൾ ചെറിയ സൈക്കിളല്ലേ എന്ന് വിചാരിച്ച് സൈക്കിളിന് മുകളിൽ കയറിയിരുന്ന് അവൻ ഓടിച്ചതുപോലെ നിങ്ങളും ചെയ്താൽ ആ സൈക്കിൾ മുന്നോട്ട് പോവാം? പോവില്ല. പ്രാക്ടീസും വേണം. എന്ത് വേണം? പ്രാക്ടീസ് വേണം. അപ്പൊ കോൺഫിഡൻസ് മാത്രം പോരാ, പ്രാക്ടീസും വേണം. പ്രാക്ടീസ് വേണം എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ബ്രെയിനിൽ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ന്യൂറോണുകളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ അതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 2 ന്യൂറോൺസ് ഇവിടെയുള്ളതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ ന്യൂറോൺസ്. ഓക്കെ, നിങ്ങൾ ആദ്യം എടുക്കുന്നു, പഠിക്കുന്നു, എവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു. ദെൻ നെക്സ്റ്റ് ന്യൂറോൺസ് തമ്മിൽ എന്താവുന്നു? കണക്റ്റഡ് ആവും, വിച്ച് ഈസ് കോൾഡ് ന്യൂറോ കണക്ഷൻസ്. എന്താ പറയാ? ന്യൂറോ കണക്ഷൻസ്. അപ്പോ ലോകത്തെ മനുഷ്യര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അതിന്റെ ന്യൂറോൺസ് എന്ന് പറയുന്നത്, ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് ന്യൂറോ കണക്ഷൻസ് ആണ്. അപ്പൊ ഐൻസ്റ്റീന്റെ ബ്രെയിനിലും നമ്മുടെ ബ്രെയിനിലുള്ള മാറ്റം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐൻസ്റ്റീന്റെ ബ്രെയിനിലും നമ്മുടെ ബ്രെയിനിലും മേ ബി ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ഏകദേശം സെയിം ന്യൂറോൺസ് ആയിരിക്കാം സായിസ്, പക്ഷെ ഐൻസ്റ്റീനിന്റെ ബ്രെയിനിലെ ന്യൂറോ കണക്ഷൻസിന്റെ എണ്ണവും നമ്മളുടെ ബ്രെയിനിലെ ന്യൂറോ കണക്ഷൻസിന്റെ എണ്ണവും ഡിഫറെന്റ് ആണ്. ആമേ കറക്റ്റ്? സാജിദ് മാഷെ ബ്രെയിനിലെ ന്യൂറോ കണക്ഷൻസിന്റെ എണ്ണവും എന്റെ ബ്രെയിനിലെ ന്യൂറോ കണക്ഷൻസിന്റെ എണ്ണവും മേ ബി സെയിം ആണെന്ന് വിചാരിക്കുക, ഒരേപോലെയാണെന്ന് വിചാരിക്കുക. എന്നാലും എന്റെ കഴിവും സാജിദ് സാറിന്റെ കഴിവും വ്യത്യസ്തമായിരിക്കും. എന്താ കാരണം? ആ ന്യൂറോ കണക്ഷൻസ് ഡിഫറെന്റ് ഏരിയയിലായിരിക്കും. ആ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാകുക. ആമേ കറക്റ്റ്? അതുകൊണ്ട് ചില ആളുകൾ ചില മേഖലയിൽ എക്സ്പെർട്ട് ആകുന്നു, ചില ആളുകൾ ചില മേഖലയിൽ അത്ര എക്സ്പെർട്ട് ആകണമെന്നില്ല. അപ്പൊ എങ്ങനെയാ നമ്മുടെ ബ്രെയിനിനെ നമുക്കൊരു തിക്ക് ഫോറസ്റ്റ് ആയിട്ട് കാണാം. തിക്ക് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിലൂടെ നടന്നു പോകണമെന്ന് വിചാരിക്കുക. ആ ഫോറസ്റ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറെ കുറ്റിച്ചെടികൾ, കുറെ മരങ്ങൾ, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ നടന്നു പോകണമെങ്കിൽ അതിനൊക്കെ നമ്മളിങ്ങനെ ഭാഗം മാറ്റി തികഞ്ഞ് നല്ലൊരു വഴി തെളിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത്ര ഈസിയാണോ പോകാന്? ഒരിക്കലും ഈസി അല്ല. കാരണം എന്താ? അവിടെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു തവണ പോയി, 2ാം തവണ നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാവും, ആദ്യത്തേക്കാൾ കുറച്ചുകൂടി ഈസിയാവും. ആമേ കറക്റ്റ്? 3ാമത് വീണ്ടും പോവുക, 4ാമത് വീണ്ടും പോവുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ there is a way, അവിടെ നമുക്കൊരു വഴി ഉണ്ടാവും. പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. ഇതുപോലെയാണ് ഏതൊരു കാര്യവും മനുഷ്യൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആദ്യം ന്യൂറോൺസുകൾ തമ്മിൽ അടുക്കുന്നു, ന്യൂറോ കണക്റ്റഡ് ആകുന്നു. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ there is a neuron pathway, അവിടെ ഒരു ന്യൂറോ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ന്യൂറോ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ നമുക്ക് പറയാം, നമ്മൾ സാധാരണ പറയാൻ പറ്റും നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ചലഞ്ചിങ് സോണിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ ബ്രെയിനിലും ചില സോണുകളുണ്ട്. ഒന്ന് ഫെമിലിയർ സോൺ എന്നാ പറയാം, മറ്റൊന്ന് അൺഫെമിലിയർ സോൺ എന്നാ പറയാം. അപ്പൊ ബ്രെയിൻ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോണുകൾ തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ there is a neuronal pathway. ആ ന്യൂറോണൽ പാത്വേ സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബ്രെയിൻ ഉണ്ടാവുന്നത് ഫെമിലിയർ സോണിലാണ് ഉണ്ടാവുക. ഫെമിലിയർ സോണിൽ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിന് വലിയ എഫേർട്ട് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റൌഫ് ഇപ്പൊ ഇങ്ങനെ കാണുകയാണ് പുറത്ത് പല കാഴ്ചകളും. ആ കാഴ്ചകൾ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ആ ബ്രെയിനിലേക്ക് കയറുന്നത്. ലക്ഷക്കണക്കിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കാണുന്ന ആ പിക്ചർ, ഒരു പല കളറുള്ള പിക്ചർ കാണുന്നില്ലേ, വീഡിയോ കാണുന്നില്ലേ, ഫോട്ടോ കാണുന്നില്ലേ, അതിനൊക്കെ ഓരോ ബൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അതേസമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സ്മെല്ല് വരുന്നുണ്ട്. ഇതൊക്കെ ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ്.
ഈ ലക്ഷക്കണക്കിന് ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും പറ്റണം. ഉദാഹരണത്തിന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറയുന്നതും റൌഫ് കേൾക്കുന്നുണ്ട് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതെന്താ, അതിന് നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഫെമിലിയർ സോണിലേക്ക് എത്തുകയാണ് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും. അതിന് പ്രത്യേക ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് മാത്രം സ്വീകരിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെ സ്വീകരിക്കാൻ, ആവശ്യമുള്ളതിനെ ആവശ്യമുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ, ആവശ്യമുള്ളതിനെ നമുക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് ഫിൽറ്ററിങ് എന്ന് പറയും. എന്താണ് ഫിൽറ്ററിങ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുമ്പോൾ അത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, നമ്മൾ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കൂലേ? സിമിലർ ഒരു പ്രോസസ് നമ്മുടെ ബ്രെയിൻ നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് ഫിൽറ്ററിങ്. NLPയിൽ ആ ഫിൽറ്ററിങ്ങിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറലൈസേഷൻ എന്ന് പറയും, മറ്റൊന്ന് ഡിസ്റ്റോർഷൻ എന്ന് പറയും, മറ്റൊന്ന് ഡിലീഷൻ എന്ന് പറയും. ടോട്ടലി നമ്മൾ അതിന് GDD എന്നാ പറയാം. ഒന്ന് പറഞ്ഞേ, ഒന്നെന്താ? ജനറലൈസേഷൻ. രണ്ടാമത്തെ എന്താണ്? ഡിസ്റ്റോർഷൻ. ആൻഡ് ദി തേർഡ് വൺ ഡിലീഷൻ. ഗുഡ്. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ അധികം വെയിറ്റ് ചെയ്യൂല, കാരണം നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യലാണോ? യെസ്, ഗുഡ്. ദെൻ നെക്സ്റ്റ് ആർക്കെങ്കിലും? ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ലേ ഡിലീഷൻ? അതായത് കുറെ നാളെ ഒരു സാധനം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഡിലീറ്റ് ആയി പോകും. നല്ലൊരു അപ്രീസിയേഷൻ. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്ത്. ഈ പറഞ്ഞ ആൾക്ക് എനിക്ക് ആളെ പേരറിയില്ല. ഓക്കെ, എല്ലാരും ഒരു ക്ലാപ്പ് കൊടുക്ക്. എന്താണ് ഇങ്ങനെ? ഇങ്ങനെ അടിച്ച കാര്യമില്ല, കാണണ്ടേ? ആള് കാണുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാകുക. കാണണ്ടായിരിക്കാം. ഓക്കെ, ഗുഡ്. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇത് നമ്മുടെ എല്ലാ 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 പ്രോസസ്സിലും നടക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ന്യൂറോൺസ്, പിന്നെ ന്യൂറോ കണക്ഷൻസ്, പിന്നെ ന്യൂറോൺ പാത്വേസ്, അതിൽ തന്നെ നമ്മളെ ബ്രെയിനിന്റെ ഫെമിലിയർ സോൺ അല്ലേ? ഇനി ഇതിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത് ജനറലൈസേഷൻ, ഡിസ്റ്റോർഷൻ ആൻഡ് ഡിലീഷൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തെ നമ്മളൊരു പൊതു നിയമമായിട്ട് കാണുന്നു. ആര്? നമ്മളല്ല, നമ്മുടെ ബ്രെയിൻ. ഇപ്പൊ ഒരുപാട് കൗൺസിലിങ്ങിന് വരുന്ന കേസിൽ പെൺകുട്ടികൾ അധികം പറഞ്ഞു എനിക്കൊരു കല്യാണം വേണ്ട. എന്താ കാരണം? എൻ്റെ ഉമ്മയോട് പെരുമാറുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ആണുങ്ങളോടൊരു വെറുപ്പാണ്. അല്ലെങ്കിൽ പ്രണയത്തിന്റെ സമയത്ത് ഒരു ആൺകുട്ടി പെൺകുട്ടിയെ എന്താ പറയാ എന്തൊക്കെയോ ബുദ്ധിമുട്ടിച്ചപ്പോ ആ ഒരു ആണെന്ന് പറയുന്ന സമൂഹത്തോട് വെറുപ്പാണ്. ചിലപ്പോഴൊക്കെ പറയും അധ്യാപകർക്ക് എന്താ ഇങ്ങനെ? ഏതെങ്കിലും ഒരു അധ്യാപകനെ ഒരാളെ ഏതെങ്കിലും അർത്ഥത്തിൽ വേദനിപ്പിക്കുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, ചൂഷണം ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഓൾ ടീച്ചേഴ്സ് ആർ ലൈക്ക് ദിസ്. ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ പ്രോഗ്രാമിംഗ് പലപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. എന്തിനാ ബ്രെയിൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് നടത്തുന്നത്? റൌഫ് ജി രാവിലെ നടക്കാൻ വിചാരിക്കുക. ഞാൻ റൌഫിനെ ഉദ്ദേശിക്കുന്നത് റൌഫ് ഇങ്ങനെ പുറത്താണുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, ഗുഡ്. രാവിലെ നടക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, രാവിലെ നടക്കുമ്പോൾ ഒരു ദൂരെ നിന്നും ഒരു പട്ടിയെ കാണുന്നു, അല്ലെ കുറെ പട്ടികളെ കാണുന്നു. എന്താ റൌഫ് മനസ്സിലും ഫസ്റ്റ് വരിക? എന്താ വരിക? അത് നമ്മളെ ആക്രമിക്കോ എന്നുള്ള ഒരു പേടിയുണ്ടോ? ഓക്കെ, ഗുഡ്. എന്തിനാ ആ ഒരു തോട്ട്? അഥവാ ഒരു പട്ടി കടിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറെ എന്താ പറയാ പട്ടികളൊക്കെ കടിക്കുന്ന കാഴ്ചകൾ കാണുമ്പോ നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് ഇത് കടിക്കുന്ന ഒരു വസ്തുവാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ജനറലൈസേഷൻ ബ്രെയിന് കുറച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗുഡ്. പക്ഷെ ഇത് ഓവർ ജനറലൈസേഷൻ ആയി കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പട്ടിയെ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഓടിച്ചു തോന്നുന്നു, എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പട്ടീനെ കണ്ടാൽ ഞാൻ ഇവിടെ നിൽക്കും. എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാൻ ഏത് പട്ടി ഉണ്ടെങ്കിലും പിന്നെ മുന്നോട്ട് പോകില്ല. ഇനി അഥവാ ആ പട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഇങ്ങോട്ട് ബാക്കോട്ട് തിരിഞ്ഞുകൊണ്ടാ പോവാ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഓവർ ജനറലൈസേഷൻ. കാരണം ഏതോ ഒരു പട്ടി കടിക്കുന്നു, എല്ലാ പട്ടിയും കടിക്കുന്ന പട്ടിയാണെന്നുള്ള ഒരു സാധനമാണ് എൻ്റെ മൈൻഡിലുള്ളത്.
ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? ഇപ്പൊ ബ്രെയിൻ ഇതൊരു പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് കൂടുതലാകുമ്പോൾ നമുക്കത് ഓവർ ജനറലൈസേഷൻ ആവും. പിന്നീട് ഞാൻ എൻ്റെ ആ ഫോബിയ ഈ NLPയുടെ കുറെ എന്താ പറയാ തെറാപ്പികളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചു. ഇപ്പൊ എനിക്ക് എന്താണ് ചില പട്ടികളുടെ രൂപവും ഭാവവും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടിയല്ലാതെ അപ്പുറത്തേക്കുള്ള ഒരു സാധനം ഇല്ല. കാരണം അതിനെ ജനറലൈസേഷൻ, ഓവർ ജനറലൈസേഷൻ എന്താക്കി ചുരുക്കി. രണ്ടാമത്തത് ഡിസ്റ്റോർഷൻ എന്ന് പറയാം. ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ ചില അധ്യാപകര് ചില കുട്ടികളെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുണ്ടാവും ഇവൻ പോക്കിരിയാണ്, അല്ലെങ്കിൽ ഇവൻ ആള് ശരിയില്ല, ഇവന്റെ കയ്യിലിരിപ്പ് ശരിയില്ല. ഉദാഹരണത്തിന് ഒരു തോട്ട്, അങ്ങനെ ഒരു തോട്ട് ഒരാളെ കുറിച്ചുണ്ട് എങ്കിൽ പിന്നീട് പിറ്റേ ദിവസം അവൻ വേറെ ആരും ഹോംവർക്കും ചെയ്ത് അവൻ ഹോംവർക്ക് ചെയ്തതായിട്ട് ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ അധ്യാപകന്റെ മനസ്സിൽ അപ്രീസിയേഷൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് അല്ല ആദ്യം വരിക. സത്യം പറ, ഇതാരാ എഴുതി തന്നെ? സത്യം പറ, ഇതാരാ എഴുതി തന്നെ? ഇതായിരിക്കും ഫസ്റ്റ് തോട്ട്. ഇതാര നോട്ടാ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഫസ്റ്റ് വരാം. ആമേ കറക്റ്റ്? യെസ് ഓർ നോ? അഥവാ ആ സമയത്ത് അതങ്ങ് പിടിക്കപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അത് ഓനെങ്ങനെ കോപ്പി അടിച്ചു ധരിച്ചോ എന്ന് വിചാരിക്കുക. അത് പിടിച്ചു ധരിച്ചു. ആ അധ്യാപകൻ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനൊരു മൈൻഡൊക്കെ റീഡ് ചെയ്യുന്ന ആളാണ്, എന്റെ കളത്ര. സത്യത്തിൽ അത് മേ ബി ഒരു ഒന്നോ രണ്ടോ കേസിൽ സംഭവിച്ചേക്കാം. പക്ഷെ അവിടെ അവൻ സ്വന്തമായിട്ട് ചെയ്തതാണെങ്കിലോ നമ്മള് അവിടെ ഗസ് ചെയ്തത് ഇറ്റ്സ് റോങ് ആണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വന്നത്? ആ ഫസ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ എന്ന് നമ്മൾ പറയും. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ പോകുമ്പോ പാമ്പിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്, അല്ലേ? ഫുള്ള് പാമ്പുകൾ, ശരിയല്ലേ? പാമ്പ് കടിച്ചിട്ട് അവിടെ വരച്ച് ഇവിടെ വരച്ച് ഇവിടെ, അല്ലേ? അപ്പൊ ഈ സമയത്ത് നമ്മൾ പോകുമ്പോൾ റോഡിലൊരു വടി കണ്ടാല് അതാ പാമ്പ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങ് തെറ്റിദ്ധരിക്കുക. യെസ് ഓർ നോ? കാരണം എന്താ, നമ്മുടെ ഈ ഓവർ തോട്ട് ഇങ്ങനെ വരുമ്പോ ഒരു വടി കാണുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഏതിലേക്കാ കണക്ട് ചെയ്യുന്നത്? പാമ്പിലേക്കാ കണക്ട്. അപ്പൊ വടി കാണുമ്പോ പാമ്പെന്ന് വിചാരിച്ച ഡിസ്റ്റോർഷൻ, അതൊരു ഡിസ്റ്റോർഷൻ ആണ്. ഓക്കെ. ഇനി അല്ലെങ്കിൽ ഒരു ദിവസം ക്ലാസ്സിൽ അധ്യാപകൻ ഭയങ്കര ദേഷ്യത്തോടെ കയറി വരിക. അപ്പൊ കുട്ടികളൊക്കെ പറയും ഇത് ഭാര്യയോട് തെറ്റിയിട്ടാ വരുന്നേ, ഒരു ഉദാഹരണം. അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്തോ സാറോട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അതിന്റെ പിന്നിലെ കാരണം നമ്മൾ തന്നെ ചിന്തിക്കുക, എന്നിട്ടോ പിന്നീട് നമ്മുടെ ആക്ഷൻ അതിനനുസരിച്ചാണ് ഉണ്ടാകുക. ഇതിന്റെ പേരാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയാം. ഡിസ്റ്റോർഷൻ. ഇത് നമ്മുടെ ഓഫീസിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ ഡിസ്റ്റോർഷൻ കാരണമാണ്. മറ്റൊന്നാണ് ഡിലീഷൻ. റാഫിക്ക് ഒരു ദിവസം കൊച്ചിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ റാഫിക്കനെ വിളിക്കുന്നത്. റാഫിക്കനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല പിന്നെ നിങ്ങൾ അവിടുന്ന് ആ മെട്രോന്റെ തൊട്ടപ്പുറത്തൊരു ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു നീല കളറുള്ള ബിൽഡിംഗ്, ഞാൻ ഡെയിലി അങ്ങോട്ട് പോകുന്നതാണല്ലോ, ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. അല്ല നിങ്ങൾ ഇപ്പൊ എവിടെയുള്ളത് നോക്കാം, അവിടെ കുറച്ച് മുമ്പോട്ട് പോകും, ഒന്ന് റൈറ്റിലേക്ക് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ, ഞാൻ 10 വർഷമായിട്ടോ ഇതിലൂടെ പോകുന്നു, ഇതുവരെ ഞാൻ ആ ബിൽഡിംഗ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? ഉണ്ടാകാറില്ല. അത് കാണാത്തത് കൊണ്ടല്ല, അതിന് ബ്രെയിൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് കണ്ടതിനെ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷെ ഇനി മുതൽ നടന്നു പോകുമ്പോൾ ആദ്യം ഏതാ കാണുക? കാരണം അതിന് ചെറിയൊരു ഫോക്കസ് കൊടുത്തു. കറക്റ്റ്? അപ്പൊ നോക്കിയേ, ചിലപ്പോ നമുക്ക് ഒരു അടിപ്രശ്നങ്ങൾ ഉണ്ടായി വിചാരിക്കുക. ഇതിലില്ലാത്ത ഒരാളെ പറ്റി പറയാം. ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഭാര്യ എന്താ പറയാ, കഴിഞ്ഞ 10 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? എന്നോട് എന്താ നിനക്ക് പറ്റിയതെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ സമയത്ത് ആ ഭാര്യ പറയുന്നത് ഭാര്യയുടെ മനസ്സിൽ ശരിയാണ്. പക്ഷെ ഭാര്യ എന്ത് ചെയ്യുന്നു? നല്ല കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏത് മാത്രം പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നു? ഏത് മാത്രം കൊണ്ടുവരുന്നു? ആ ഭാര്യ ആ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കുറ്റവും കുറവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആമേ കറക്റ്റ്? യെസ് ഓർ നോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതുപോലെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിങ്ങിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റാഫിക്ക് എവിടെയോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഡെയിലി ഓഫീസിൽ പോകുന്ന ആളുകൾ ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്.
കാണുന്നില്ല, ഒന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഗുഡ്. ഇനി ഏതെങ്കിലും ഒരു സിനാരി ഓർക്കുക. സ്ഥിരമായിട്ട് ഓഫീസിൽ പോകുന്ന ഒരു കാർ കൊണ്ടുപോകുന്ന ഒരാളാന്ന് വിചാരിക്കുക. അയാൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും അയാൾ കാറ് പാർക്ക് ചെയ്യുന്നുണ്ടാവുക. അയാൾക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഉണ്ടാവില്ല. പൊതുവെ അങ്ങനെ ഉണ്ടാവുക. യെസ് ഓർ നോ? ക്യാൻ ഐ കണക്ട്? ഓക്കെ, ഗുഡ്. ഇനി പുതിയ ഒരാൾ വന്നെന്ന് വിചാരിക്കുക. അഥവാ ഇയാള് സ്ഥിരമായിട്ട് ഞാൻ ഓഫീസിൽ പോകുന്ന ഒരാള്, ഞാൻ കാറ് കൊണ്ടാ പോകുന്നത്. ഞാൻ പാർക്കിങ്ങിലെത്തി. പാർക്കിംഗ് വിശാലമാണ്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യും. അത് എവിടെയാ എന്നുള്ളത് ഞാൻ ആദ്യമേ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നല്ല. എൻ്റെ ബ്രെയിൻ അവിടുത്തെ ഗൈഡ് ചെയ്യും. ഞാൻ അവിടെ പോകുന്നു, നിർത്തുന്നു, ഇറങ്ങി വരുന്നു. എന്നാൽ അതേസമയം പുതിയൊരാൾ റൌഫ് എന്നെ കാണാൻ വേണ്ടി വന്നു. ആ പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വിശാലമായ പാർക്കിംഗ് ആണെങ്കിലും എവിടെയെങ്കിലും പോയി നിർത്തൂല. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കും എവിടെയാ നിർത്തണ്ടേന്ന്. ഈ പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ വർക്ക് ചെയ്യുന്ന അവിടെ? യെസ്, ഈ പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ വർക്ക് ചെയ്യുന്നത്? അൺകോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന സയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്, ന്യൂറോ സയൻസ്. കാരണം അവിടെ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇത് ഈ ബ്രെയിനിൽ നടക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അഥവാ നമ്മുടെ ബ്രെയിനിന് ഓരോ സമയത്തും കോൺഷ്യസ് ആയി ചിന്തിച്ച് ആലോചിച്ചിട്ട് ചെയ്യാൻ ഒരു ബേഡനാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ, ഫെമിലിയർ സോണിൽ, അൺകോൺഷ്യസ് ബ്രെയിനിൽ സെറ്റാണ്. ഒരു പാറ്റേൺ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പാറ്റേൺ അനുസരിച്ച് പോവുള്ളൂ. അഥവാ ഞാൻ ഇന്ന് പോയി, ഞാൻ സാധാരണ വണ്ടി നിർത്തിയെടുത്ത് വേറൊരാൾ വണ്ടി നിർത്തിയിട്ട് എനിക്കൊരു അൺകംഫർട്ട് ആയിരിക്കും. ഇതാ എൻ്റെ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഒരു തോന്നൽ പെട്ടെന്നുണ്ടാവും. പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് പോയി നിർത്തിയിടും. അപ്പൊ എന്തിനാ ബ്രെയിൻ അങ്ങനെ ചെയ്യുന്നത്? അഥവാ ആ റൌഫ് അവിടെ എത്തിയപ്പോൾ ചിന്തിച്ചൊരു ചിന്ത ഉണ്ടല്ലോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എവിടെ നിർത്തണമെന്ന് ആലോചിച്ചില്ലേ? ആ ആലോചന പോലും ഒഴിവാക്കിയിട്ട് വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാനാണ് ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നത്. യെസ് ഓർ നോ? പക്ഷേ പല ബിഹേവിയറിലും ഇത് റോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പാറ്റേൺ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾ 3 മക്കളുണ്ടെങ്കിൽ ഒരച്ഛനും അമ്മയും 3 മക്കളോടും ഒരുപോലെ ആയിരിക്കുമല്ലോ പെരുമാറുന്നത്. ചിന്തിക്കാതെ അങ്ങോട്ട് പെരുമാറും. അത് പാറ്റേൺ സെറ്റ് ചെയ്യപ്പെട്ടതാ. അവരെ കുറിച്ച് നമ്മുടെ ബിലീഫ്സിനനുസരിച്ച്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള നമ്മുടെ RAS, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പെരുമാറ്റങ്ങളൊക്കെ ഇതുപോലെ ബ്രെയിനിൽ പാറ്റേൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പാറ്റേൺ ബാഡ് പാറ്റേൺ ഉണ്ടാകാം, ഗുഡ് പാറ്റേൺസ് ഉണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടാകാം. ആ ബാഡിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഗുഡിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനും നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ഒന്നുകൂടി മനോഹരമാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകമാണ് ന്യൂറോ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിവേ, ഏതായാലും ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം. ഇതില് കുറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കുറെ ഒന്നും ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടല്ല ഞാൻ മുന്നോട്ട് പോയത്, ടൈം കുറവായതുകൊണ്ട്. എനിവേ, ഏതായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന, അത് അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാതെ ആ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്ന ബ്രെയിനിന്റെ പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞ് നമ്മളെ ലൈഫ് മനോഹരമാക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താനുള്ള സാധ്യത ഇന്ന് ലോകത്തുണ്ട്. അതിനെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. നമ്മുടെ ബ്രെയിനിനെ കുറിച്ചുള്ള, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള, നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള, നമ്മളെ കുറിച്ചുള്ള മനോഹരമായ പഠനമാണ് ലോകത്ത് ഏറ്റവും നല്ല പഠനം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിലൂടെ നമുക്ക് സൃഷ്ടാവിനെ കാണാൻ വേണ്ടി പറ്റണം. അതിലൂടെ നമുക്ക് മനുഷ്യരെ കാണാൻ വേണ്ടി പറ്റണം. അതിലൂടെ നമുക്ക് നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ സഹിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. Good morning. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും അതിസങ്കീർണമായ ഇടനാഴികളിലൂടെ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ലക്ഷ്യബോധമുള്ള പ്രവൃത്തികളായി മാറുന്നത് എന്ന് വളരെ ലളിതമായി വരച്ചു കാട്ടിയ വിജ്ഞാനപ്രദമായ ഒരു സമയമായിരുന്നു കടന്നുപോയത്. ഒരു നല്ല ചിന്ത മസ്തിഷ്കത്തിൽ ഒരു കൊച്ചു മിന്നലായി, ഒരു ന്യൂറോൺ സ്പാർക്കായി ജനിക്കാം.
എന്നാൽ ആ ചിന്തയെ വെറും ഒരു നിശ്ചലാവസ്ഥയിൽ ഉപേക്ഷിക്കാതെ അതിനെ ദൃഢമായ പ്രവൃത്തികളിലേക്ക്, ആക്ഷനിലേക്ക് പരിവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ചിന്തകളുടെ ജൈവ പ്രവർത്തനത്തെ വിജയത്തിന്റെ ചുവടുവെപ്പുകളാക്കി മാറ്റുന്ന ഈ ന്യൂറോ ആക്ഷൻ ഫ്രെയിംവർക്ക് നമുക്ക് മുന്നിൽ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ച നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ബിഷർ സാറിന് സിജി ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. അമേരിക്കൻ തത്വചിന്തകനായ വില്യം ജെയിംസിന്റെ പ്രശസ്തമായ ഒരു വരി ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആക്ഷൻ എപ്പോഴും സന്തോഷം കൊണ്ടുവരണമെന്നില്ല, എന്നാൽ ആക്ഷൻ ഇല്ലാതെ ഒരിടത്തും സന്തോഷം ഉണ്ടാവുകയുമില്ല. നമ്മുടെ ഉള്ളിലെ ന്യൂറോണൽ നെറ്റ്വർക്കുകളെ ഉണർത്താനും ചിന്തകളെ വെറും സ്വപ്നങ്ങളാക്കി മാറ്റാതെ കൃത്യമായ കർമ്മപഥത്തിലേക്ക് നയിക്കാനും താങ്കളുടെ വാക്കുകൾക്ക് സാധിച്ചു. ഈ അറിവ് പകർന്നു തന്നതിന് നന്ദി. അതുപോലെ തന്നെ ഈ സെഷൻ ഇത്രയും സജീവമാക്കിയ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധയും ഇതിലെ പങ്കാളിത്തവുമാണ് ഈ ക്ലാസിന്റെ യഥാർത്ഥ ഊർജം. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ട ഈ അറിവിന്റെ സ്പാർക്കുകൾ വരും ദിവസങ്ങളിൽ മികച്ച പ്രവൃത്തികളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൂടി തൽക്കാലം ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ നന്ദി. താങ്ക് യു ഓൾ.